ഇന്ത്യക്കും ഇസ്രയേലിനും ഇടയിലുള്ള ഇന്നത്തെ അതിശക്തമായ ബന്ധം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതാണോ? അല്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനും ഇസ്രയേൽ എന്ന രാജ്യം രൂപപ്പെടുന്നതിനും ദശാബ്ദങ്ങൾക്ക് മുൻപേ തുടങ്ങിയതാണ് ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളും ജൂത ജനതയുമായുള്ള ബന്ധം. ഫെബ്രുവരി 26 ഭാരതത്തിന്റെ ഇതിഹാസ വിപ്ലവകാരി വീർ സവർക്കറുടെ ചരമവാർഷികമാണ്. ഇടതുപക്ഷ ചരിത്രകാരന്മാരും ലോബികളും സവർക്കറെ എപ്പോഴും ഒരു നാസി അനുഭാവിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ചരിത്രപരമായ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. 1948 ഇസ്രയേൽ സ്ഥാപിതമാകുന്നതിനും 25 വർഷങ്ങൾക്ക് മുൻപ് 1923 തന്നെ ജൂതന്മാർക്ക് സ്വന്തമായ ഒരു രാജ്യം വേണമെന്ന ആശയത്തെ ശക്തമായി പിന്തുണച്ച ആദ്യകാല ഇന്ത്യൻ നേതാക്കളിൽ ഒരാളായിരുന്നു വീർ സവർക്കർ. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ഇന്ത്യ ഇസ്രയേലുമായി കെട്ടിപ്പടുക്കുന്ന തന്ത്രപ്രധാനമായ കൂട്ടുകെട്ടിന്റെ അടിസ്ഥാനം സവർക്കറുടെ ഈ ദീർഘവീക്ഷണമാണ്. 1923 പ്രസിദ്ധീകരിച്ച തന്റെ ഹിന്ദുത്വ എന്ന പുസ്തകത്തിൽ സവർക്കർ ജൂതരാഷ്ട്രവാദത്തെ വ്യക്തമായി പിന്തുണച്ചിട്ടുണ്ട്. ഫലസ്തീൻ ഒരു ജൂതരാഷ്ട്രമായി മാറുകയാണെങ്കിൽ അത് ഞങ്ങളുടെ ജൂത സുഹൃത്തുക്കളെ പോലെ തന്നെ ഞങ്ങളെയും സന്തോഷിപ്പിക്കും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അസന്ദിഗ്ധമായ പ്രഖ്യാപനം. ഭാരതത്തിൽ നൂറ്റാണ്ടുകളായി യാതൊരു സംഘർഷവുമില്ലാതെ ഇന്ത്യൻ സമൂഹത്തോട് ചേർന്ന് ജീവിച്ച ജൂത ജനതയോട് വലിയ ബഹുമാനമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. സാംസ്കാരിക സ്വത്വവും നാഗരികതയുടെ തുടർച്ചയുമാണ് ഒരു രാഷ്ട്രത്തെ നിർവചിക്കുന്നത് എന്ന അദ്ദേഹത്തിന്റെ ഉറച്ച ബോധ്യത്തിൽ നിന്നാണ് ഈ പിന്തുണ ഉയർന്നു വരുന്നത്. സവർക്കറുടെ ഈ വ്യക്തതയ്ക്ക് നേരെ വിപരീതമായിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിന്റെ നിലപാട്. വോട്ട് ബാങ്ക് രാഷ്ട്രീയവും ഒരു പ്രത്യേക സമുദായത്തെ പ്രീതിപ്പെടുത്താനുള്ള ശ്രമവും കാരണം 1947 ഇസ്രയേൽ രൂപീകരണത്തിനെതിരെ UN-ൽ ഇന്ത്യ വോട്ട് ചെയ്തു. യാഥാർത്ഥ്യ ബോധമുള്ള ഒരു വിദേശ നയം സ്വീകരിക്കുന്നതിന് പകരം ഇസ്രയേലുമായി പൂർണ്ണ നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ ഇന്ത്യക്ക് പതിറ്റാണ്ടുകൾ കാത്തിരിക്കേണ്ടി വന്നു. അവിടെയാണ് വികാരങ്ങളെക്കാൾ രാജ്യ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകിയ സവർക്കറുടെയും സംഘപരിവാറിന്റെയും ഭൗമരാഷ്ട്രീയ നിലപാടുകൾ ശരിയായിരുന്നുവെന്ന് കാലം പിന്നീട് തെളിയിക്കുന്നത്. ഇന്ന് പ്രതിരോധം, ഇന്റലിജൻസ്, സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ ഇന്ത്യയും ഇസ്രയേലും ലോകത്തിന് തന്നെ മാതൃകയായ ഒരു കൂട്ടുകെട്ടായി മാറിയിരിക്കുകയാണ്. ഒരു വോട്ട് ബാങ്കിനെയും ഭയക്കാതെയുള്ള ഇന്നത്തെ ഈ പങ്കാളിത്തം കേവലം ഒരു നയതന്ത്ര ബന്ധം മാത്രമല്ല, മറിച്ച് പതിറ്റാണ്ടുകൾക്ക് മുൻപേ സവർക്കർ സ്വപ്നം കണ്ട ഹിന്ദുത്വ ജൂത നാഗരികതകൾ തമ്മിലുള്ള പരസ്പര ബഹുമാനത്തിന്റെ വിജയകരമായ പൂർത്തീകരണമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.